രണ്ടുപേരും ഞാൻ വന്നത് കണ്ടില്ലല്ലോ മീനൂട്ടി. അവിടെ ആരെങ്കിലും വന്നോ? വേദിക പണിതുയർത്തി. എനിക്ക് വയ്യ. അവർക്ക് ഇഷ്ടപ്പെട്ടു. മക്കളെ, ഇതുപോലൊരു ഡ്രസ്സ് മീനൂട്ടി ഇട്ടുകൊണ്ട് വന്നായിരുന്നു 3-4 എപ്പിസോഡിന് മുമ്പ്. അന്ന് എല്ലാരും പറയായിരുന്നു, ഓ സുന്ദരിയാണ് സുന്ദരിയാണ്. അതെ, മോക്ക് അന്ന് ഉടുപ്പ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? വേറൊരു മോക്ക ഇല്ലില്ല പറഞ്ഞു. മോക്ക് കമ്മല് വാങ്ങി തരാന്നെ വാങ്ങി തന്നില്ലേ? കണ്ടു, ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ. അതൊക്കെ തന്നിനി. പക്ഷെ ഈ ഡ്രസ് അല്ലേ റിമി എന്താ പറയുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡ്രസ്സില് മാർക്കിടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ 101. നമുക്കിനി അങ്ങനെയൊക്കെ മത്സരം വരും കേട്ടോ. ഡ്രസ്സിന് മാർക്ക് കിടും കേട്ടോ. എന്നിട്ട് പാട്ട് പാടിയിട്ട് നമുക്ക് ആ 1 മാർക്ക് കുറയ്ക്കാം. അതെ, 100 ആക്കാം. റിമിക്ക് ഓർമ്മയില് ആദ്യം കിട്ടിയ ഡ്രസ്സിന്റെ കളർ എന്താണ്? എനിക്ക് അത് ഓർമ്മയില്ല. പക്ഷെ ആകെ മൊത്തം വർഷത്തിൽ കിട്ടുന്ന ഒന്ന് പിറന്നാളിന് എന്തായാലും ഗിഫ്റ്റ് കിട്ടുമായിരുന്നു. അപ്പൊ പിറന്നാൾ നോക്കിയിരിക്കും. പുതിയ ഉടുപ്പിടാത്ത ഒരു പിറന്നാളും ഉണ്ടാവല്ലേ എന്നുണ്ട്. കാരണം എപ്പോഴും പുതിയ ഉടുപ്പ് അതൊരു നിർബന്ധം. അതാണ് വർഷത്തിലൊരു ഉടുപ്പ്. പിന്നെ ക്രിസ്മസ് ഓണത്തിനൊക്കെ വല്ലവരും മേടിച്ചു തന്നാലേ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഒരു ഉടുപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മണം, ഒരു പുതിയ ഉടുപ്പിടുന്നതിന്റെ സന്തോഷം. അത് കഴിഞ്ഞില്ലേ നമ്മളിങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നപ്പോഴല്ലേ ഒരു ഉടുപ്പ് മാറി ഉടുപ്പ് മാറണ പോലെ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതല്ല കേട്ടോ, വേദിയ കുട്ടിയുടെ ഉടുപ്പ് പോലത്തെ ഒരു ഉടുപ്പ്. പക്ഷെ എനിക്ക് കളർ ഓർമ്മയില്ലല്ലേ? എനിക്ക് ആദ്യം സമ്മാനം മേടിക്കാൻ പോയപ്പോ ആദ്യത്തെ സമ്മാനം കണ്ണാന്തുമ്പിക്ക് മേടിക്കുന്ന ഒരു വൈറ്റ് ഫ്രോക്ക് റെഡ്, അതെന്റെ മനസ്സിലുണ്ട്. അതാണ് എന്റെ ആദ്യത്തെ ഉടുപ്പ് ഇട്ടതെന്റെ മനസ്സിൽ. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് കിട്ടിയ ഡ്രസ് എന്ന് പറഞ്ഞാൽ കാക്കി നിക്കറും വെള്ള ഷർട്ടും. ആര് വാങ്ങി തന്നെയാ? എന്റെ വീട്ടിൽ ഞങ്ങൾക്കും വീട്ടുകാരൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്നെ. ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോ അതിട്ടോണ്ടാ പോകുന്നത്. അത് അഴുക്ക് പറ്റി. പിന്നെ പിള്ളേരെന്തോ എന്ന് പറഞ്ഞാൽ മഷി കുടങ്ങി നമ്മളെ ഒന്നില്ലാതാക്കും. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്യും വീട്ടില് ഒന്നുകൂടെ വാങ്ങിച്ചു തരാൻ. എടാ ഇത് മതി, ഇത് നനച്ചിട്ടാ മതി എന്ന് പറഞ്ഞ് 2 എണ്ണം ഉണ്ട്. അത് ഇങ്ങനെ നനച്ച് മാറി ഇടും. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പം കകയുന്നൊരു പുതിയത് വരും. അത് കളർ ഇത് തന്നെ. എന്തായാലും മോളെ എന്തുകൊണ്ട് വിശേഷം? അത് പറ. നാട്ടിൽ പോയില്ലേ? വീട്ടിൽ പോയിരുന്നില്ലേ നാട്ടില്? എന്നിട്ട് എന്ത് പറഞ്ഞു? കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? എന്തെങ്കിലും സൂപ്പറായി. പിന്നെ ഒറ്റ കാര്യം, ഫ്ലക്സ് ഉണ്ടോ? ഫ്ലക്സ് വെച്ചു. ഇത് ഇനി കൂടുവോ കുറയോ? കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഏറ്റവും കൂടുതലുള്ള എവിടാ മോളെ? എന്റെ വീട്ടിൽ തന്നെ 4 സൈഡിലും. സ്കൂളില് പുഴയുടെ അക്കരയാണോ പുഴയുടെ ഇക്കരയാണോ? എന്താ എവിടെ നിന്നോ? എവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന്? ഒരു വെള്ളച്ചനുണ്ട് കുറ്റൂരിലേത്തെ. വെള്ളച്ചൻ ഒരു ഹായ് പറയണം. വെല്ലച്ചനാണോ ഈ ഫ്ലക്സ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്? അമ്മ അവിടെ ഫ്ലക്സ് ഒക്കെ പിന്നെ വെല്ലിച്ചന്റെ കാര്യം പറ. വെല്ലിച്ചന്റെ കാര്യം അപ്പൊ വെല്ലിയച്ഛന് റമി ഹലോ, നമുക്ക് ഫ്ലെക്സ് ഒന്നും കൂടെ കൂട്ടണം. വെല്ലിച്ചിനൊന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കും. 880 ആക്ക്. ഓക്കെ മോളെ. ഓക്കെ. അപ്പൊ എന്തായാലും വെല്ലിച്ചനോട് ഞങ്ങളൊക്കെ അന്വേഷിച്ചെന്ന് പറയണേ. ഞാൻ കാര്യം പറയട്ടെ. പറഞ്ഞോ. റിമ്മി ആന്റി, എന്താടാ അന്ന് റിമ്മി ആന്റി എനിക്കൊരു മൂക്കുത്തി തരുന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എത്ര പേരെടുത്ത് പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞില്ലേ പഴയ മൂക്കുത്തിയാണ്, അത് മാത്രം കുഞ്ഞു പിള്ളേര് മൂക്കുത്തി ഇടിയല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചില്ലേ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് പറ. അപ്പൊ എന്നോട് പറഞ്ഞില്ല ആലോചിച്ചിട്ട് പറയാം. എന്താ പറയാതിരുന്നേ? ഓഹോ, ബാക്കി പൈസ എപ്പോ തരുമല്ലേ? എങ്ങനുണ്ട്? എനിക്ക് ഭയങ്കര ദേഷ്യം വന്നുപോയി. എന്താ എന്നോട് ചോദിക്കായിരുന്നേ? ലിസ്റ്റ് കിട്ടാതെ അല്ലേ? ഞാൻ എത്ര പേരോട് എന്നാ ചോദിക്കടാ, നീ ചോദിക്കും ഇഷ്ടമുള്ള എന്താന്ന് പറ. ഇപ്പൊ ഇട്ടേക്കുന്നതിലല്ല, അല്ലാണ്ട് വേറെ എന്താ വാവയ്ക്ക് എന്താ വേണ്ടേ? ഫ്രഷ് ആയിട്ട് പുതിയത് എന്താ വേണ്ടേ? ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരും. ഒരു ഗോൾഡ് മാല. ഇല്ല, ശരിക്കും കുഞ്ഞു പറ. കുഞ്ഞു പിള്ളേർക്ക് സ്വർണം മറ്റേ എണ്ണി വെക്കാനല്ല പരിപാടി. ഒരു മാല തരാം. ഇപ്പൊ എങ്ങനെയുണ്ട് കൊച്ചിന് മാല വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ എങ്ങനെയൊക്കെ തടിതടുപ്പോ? എനിക്ക് സന്തോഷം. എനിക്ക് മാല മനസ്സുണ്ടല്ലോ. ഞാൻ നിനക്കൊരു മാല മേടിച്ചു തരും.
ഇഷ്ടപ്പെട്ട കളറിലുള്ള ഒരു മാല, ഇഷ്ടപ്പെട്ട ഒരു മാല ഞാൻ നിറം ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള മാല. അപ്പൊ ഗോൾഡ് മേടിച്ചു കൊടുക്കണ്ടല്ലോ. മീനുട്ടി, ഒരാൾ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഒരാൾ അങ്ങോട്ട് കൊടുക്കുന്നു. അല്ല, ആ വലിയ നമുക്കിവിടെ മനസ്സാണ്. ഒന്നുമില്ല. അതെ. ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവക്ക് മാലയാ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. പിള്ളേരുടെ സൈക്കോളജി അറിയണം, മനസ്സിലായോ? ചുമ്മാ സൈക്കോളജി പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവക്ക് മാല ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവക്ക് മാലയും കൊണ്ട് വരും അടുത്ത പ്രാവശ്യം, കേട്ടോ? ഇത്രയും നാളായിട്ട് എന്റെ കൂടെ പാടുന്നു, ഒരുമിച്ചിരുന്ന് ജഡ്ജ് ചെയ്യുന്നു, ബാക്കി എന്തെല്ലാം. ഇതുവരെ ഒരു മാല. മാല വേണ്ട, ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തന്നിട്ട്. അടുത്ത മാസം ഞാൻ എഞ്ചിയങ്കിളിന് മുട്ടായി വാങ്ങിച്ചു. ഐ ലവ് യു. ഐ ലവ് യു ടു. ഉമ്മ ഉമ്മ. എനിക്കെടുത്താടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.